ഈ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്നത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഏത് കാര്യത്തിനും ജാതി പറയുക. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സിനിമാ സംവിധായകർക്കെതിരെ, എഴുത്തുകാർക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുക, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ശക്തമാകുക. ഈ ഒരു സാഹചര്യത്തെയാണ് സാർ എങ്ങനെയാണ് കാണുന്നത്? ഈ അസഹിഷ്ണുതയുമാണ് സാർ എങ്ങനെ കാണുന്നത്? അസഹിഷ്ണുത വളരെയേറെയുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല. പിന്നെ ഒരിക്കലും ഒരു വിഷയത്തെയും വർഗീയവൽക്കരിക്കാൻ പാടില്ല. വർഗീയത വിഷമാണ്. നമ്മൾ ഒരു വിഷയത്തെ ഒരിക്കലും നമ്മൾ വർഗീയവൽക്കരിക്കാൻ പാടില്ല. മതേതര ചിന്തകളാണ് നമ്മളെ നയിക്കേണ്ടത്. മതേതരത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. ആ മതേതരത്വം പോയാൽ നമ്മുടെ എല്ലാം പോയി, രാജ്യവും പോയി, യൂണിറ്റിയും പോയി, എല്ലാം പോകും. ഈ ഐക്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് മാണിസാറിൻ്റെ ഒരു സങ്കല്പമായിരുന്നു. അതിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക, എന്നിട്ട് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് ശക്തമാകുക എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് നടന്നിട്ടില്ല. ഇപ്പം മാണിസാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി മാത്രം ഒറ്റയ്ക്ക് രണ്ട് ചേരികളിലും ഇല്ലാതെ നിൽക്കുകയാണ്. ഈ ഐക്യ കേരള കോൺഗ്രസ് സാധ്യമാകാതെ പോയതിനകത്ത് എന്തെങ്കിലും വിഷമമുണ്ടോ? അതിന് ഇനിയൊരു സാധ്യതയുണ്ടോ? സാധ്യതയൊക്കെ ഉണ്ട്. ഐക്യ കേരള കോൺഗ്രസ് നല്ലതാണ്. എല്ലാം കൂടി ഒരുമിച്ചൊരു കേരള കോൺഗ്രസ് ആകുന്നത് നല്ലതാണ്. അതിന് സാധ്യതയുണ്ട്. അതില്ലെങ്കിൽ പോലും കേരള കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു നഷ്ടബോധമില്ലെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കേരള കോൺഗ്രസ് അതിശക്തമായി പ്രവർത്തിക്കുന്നു. കേരള കോൺഗ്രസ് അതിശക്തമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൂടി ഒന്നാകുന്നത് നല്ലതാണ്. പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിലല്ലാതെ അധികാരത്തിലേക്ക് വരാൻ വളരെ പ്രയാസമാണല്ലോ മാണി സാറേ. അപ്പം ഇപ്പോഴും മാണി സാർ വളരെ കോൺഫിഡൻസോടുകൂടി പറയുന്നു കേരള കോൺഗ്രസിന് വളർന്നു വരാൻ കഴിയുമെന്ന് പറയുന്നു. ഒരു ചേരിയിലും ഇല്ലാതെ കേരള കോൺഗ്രസിന് ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് മാണി സാറിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രവും പാരമ്പര്യവും ആ പ്രവർത്തന പരിചയമൊക്കെ വെച്ചുകൊണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അസാധ്യമായതൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, തെലുങ്ക് ദേശം അവിടെ ഒറ്റയ്ക്ക് വന്നില്ലേ? അവർ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് വന്നില്ലേ? മാണി സാർ ഇപ്പം UDF മാണി സാറില്ല, LDF മാണി സാറില്ല, മാണി സാർ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ചേരിയിലാണ് നിൽക്കുന്നത്. ഏതായാലും ഈ ഇരുകൂട്ടരുടെയും പ്രവർത്തനങ്ങൾ മാണി സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ ഭരണകക്ഷിയുടെ പ്രവർത്തനം, അവരുടെ ഭരണത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാനിപ്പോൾ അതിലേക്ക് ഈ ഇൻ്റർവ്യൂ അങ്ങനത്തെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രതിപക്ഷം കൂടുതൽ ശക്തമാകണം. ഗവൺമെൻറ്റിനെ നയപരമായി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനെ എതിർക്കുകയും അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയും ചെയ്യുക. കേരള കോൺഗ്രസ് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി ചെയ്താൽ ആര് ചെയ്താലും, പിണറായി ഗവൺമെൻറ് എന്നുള്ളൊരു ഇതില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു അസഹിഷ്ണുത അല്ലെ ഒരു ഉറപ്പില്ല. പിണറായി നല്ല കാര്യം ചെയ്താൽ അതിന് ഞങ്ങൾ പിന്തുണ കൊടുക്കും. പക്ഷേ എതിർത്താൽ തെറ്റ് ചെയ്താൽ ഞങ്ങൾ എതിർക്കും. അപ്പോൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാടായി ഞങ്ങൾ എടുക്കും. എപ്പോഴും ശരിയുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം. അങ്ങ് തന്നെ പറഞ്ഞു ഏതാണ്ട് ആദ്യം MLA ആയ സമയം മുതൽ ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയായിരുന്നുവെന്ന്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മേളിലായിരിക്കുന്നു അത്. ഈ 50 വർഷങ്ങൾക്കിടയിൽ കുടുംബത്തെ മിസ് ചെയ്തിട്ടുണ്ടോ? കുടുംബത്തോട് കുറച്ചുകൂടി കൂടുതൽ സമയം ചെലവഴിക്കാമായിരുന്നു, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്? കുടുംബത്തോട് കുറച്ചുകൂടി സമയം ചെലവഴിക്കുക എനിക്കതിൽ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഭാര്യ ഉണ്ടെങ്കിൽ പറയും. പരിഭവമില്ലാത്തൊരു ഭാര്യയെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഒരു വിഷമം. ഞാനെങ്ങനെ പോയി കുടുംബത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലെങ്കിലും ഭാര്യ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. മിക്ക രാഷ്ട്രീയക്കാരുടെയും ഭാര്യമാരങ്ങനെയാണ്. ആ രാഷ്ട്രീയക്കാരുടെ കുടുംബങ്ങളിലെ കാര്യങ്ങളവിടെ ഭാര്യമാരെ അന്വേഷിക്കുന്നത്. എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഭവവും ഇല്ല. എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും നൽകുന്നു. ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, വീട്ടുകാര്യങ്ങളും കൃഷികാര്യങ്ങളൊക്കെ ഭാര്യ നടത്തിക്കുന്നു. ഇപ്പം രാഷ്ട്രീയക്കാർ പൊതുവെ പശ്ചാത്തപിക്കാത്തവരാണ് എന്ന് പറയാറുണ്ട്. ഏതായാലും ഇത്രയും ദീർഘമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ പശ്ചാത്തപിക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്ന സന്ദർഭം എന്ന് പറയുന്ന ഒറ്റ കാര്യമാണ് ഞാൻ എന്നും ഓർക്കും. എൻ്റെ അമ്മ മരണാസന്നയായിട്ട് കിടക്കുന്നൊരു സന്ദർഭമുണ്ട്. അപ്പം അമ്മയുടെ കൂടെ ഇരുന്നു ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു പരിപാടി ഇരുന്നു. ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് വെള്ളൂർ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഞാനന്ന് പോകുന്നില്ല, അമ്മയുടെ കൂടെ ഇവിടെ ഇരിക്കാം എന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് വിളി വരികയാണ്, ചെല്ലണം എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു വിഷമമുണ്ടല്ലോ, വനാത് സമ്മതിക്കുകയില്ല, അയ്യോ ഞങ്ങളിങ്ങനെ ഒരുക്കങ്ങൾ ചെയ്തു പോയി, അതായി എന്ന്. ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. പോകുന്ന വഴിക്കൊക്കെ എൻ്റെ ചിന്ത, അയ്യോ ഞാൻ പോന്നല്ലോ, അമ്മയുടെ സന്നിധാനത്തിൽ എനിക്ക് ഇരിക്കണമായിരുന്നല്ലോ, പ്രാർത്ഥനയിൽ വീണ്ടും അവിടെ പ്രാർത്ഥന നടത്തി ഇരിക്കേണ്ടതായിരുന്നു, ഞാൻ പോകുന്നത് തെറ്റായിപ്പോയല്ലോ എന്ന്. അങ്ങ് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും അയ്യോ ഞാൻ ചെന്നിട്ട് അമ്മയുടെ മരണം ഉണ്ടാകാവൂ എന്ന് കണ്ടുവരികയാണ്. അങ്ങനെ വന്നു. ഞാൻ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. അപ്പോൾ ഇന്നും എൻ്റെ ചിന്തയുണ്ട്, ഞാൻ പോകരുതായിരുന്നു.
കൂടുതൽ സമയം അവിടെ ഇരിക്കണമായിരുന്നു, ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇന്നലെ ഞാനത് ഓർത്തു. പിന്നെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒട്ടേറെ താങ്കൾ തന്നെ ഒരു അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വല്ല കൃഷിപ്പണിക്ക് പോവുകയോ തൊഴിലാളിയായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരനായി പോവുകയോ ചെയ്താൽ ഈ ആരോപണങ്ങളും ഈ ആക്ഷേപങ്ങളും ഒന്നും നേരിടേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നുകൊണ്ട് ഒട്ടേറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കാമായിരുന്നു, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല? ഒരിക്കലും തോന്നിയിരുന്നു. എനിക്കൊരിക്കലും രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടിയിരുന്നും തോന്നിയിട്ടില്ല. ആരോപണങ്ങൾ വരട്ടെന്നേ, ആരോപണങ്ങൾ വരും. ആദർശപരമായി പറയുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, വ്യക്തിപരമാക്കരുത്. തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, അഴിമതിയെ എതിർക്കണം. പക്ഷെ എനിക്കതുകൊണ്ടൊരു ഭയപ്പാടുമില്ല. വരട്ടെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ, ആരോപണം വരട്ടെ, ഞാനതിന് അടിസ്ഥാനരഹിതമാണ് അപ്പം മറുപടി കൊടുക്കും. അപ്പോൾ എനിക്കതിൽ ഒരു ഭയപ്പാടില്ല. തെറ്റ് ചെയ്തവനാണെങ്കിൽ അല്ലേ ഭയപ്പാടുള്ളൂ. അവിടെ എനിക്കൊരു ഭയപ്പാടുമില്ല. എൻ്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് എനിക്കറിയാം, എപ്പോഴും വിശ്വാസമുണ്ട്. അതുകൊണ്ടൊരു ദുഃഖമൊന്നുമില്ല. ഈ 84-ാം വയസ്സിൽ മാണി സാർ ഒറ്റയ്ക്കാണ്, ഒരു ചേരിയിലുമില്ല, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഒരു പാർട്ടിയുമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നു. പ്രത്യാശാനിർഭരമാണോ? ഭാവി എങ്ങനെ കാണുന്നു മാണി സാർ? ഭാവി നല്ല ഭാവിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റം വരും, കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വരും. അപ്പോൾ ഈ രീതിയിലാണോ എന്നും ഇരിക്കുമോ? വളരെയധികം നന്ദി. താങ്ക് യു.